ഞാൻ കൊല്ലത്ത് നിന്ന് വരുവാണ്. എൻ്റെ പേര് സബിത. ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ വഴിയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും യേശുവപ്പനെക്കുറിച്ചും ഞാൻ അറിയുന്നത്. കൊറോണ സമയത്ത് അച്ഛൻ്റെ യൂട്യൂബിലുള്ള പ്രെയർ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു അച്ഛനുമായിട്ടൊന്ന് ഓൺലൈനിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡ് ഫോൺ ചെയ്തപ്പം അച്ഛന് കിട്ടി, ലൈനിൽ കിട്ടി. അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പോയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ സമയത്തിന് മുന്നേ വീട്ടിൽ വന്ന് ജോലിയിൽ വിളിച്ച സമയത്ത് തിരിച്ച് പോകാൻ പറ്റാതെ ഇവിടെ ആയിപ്പോയി. അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ 1.25 വർഷം ജോലി ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഈ റിലേറ്റീവ്സ് പറഞ്ഞിട്ട് ഇവിടത്തെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിനകത്ത് എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു തന്നു ദൈവമാതാവും യേശുവപ്പനും. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അതേ ജോലി തന്നെ നല്ലൊരു കമ്പനിയിൽ അതേ നല്ല സാലറിയിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിയോഗം എടുത്തു. 7 മാസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ എവിടേക്കോ പോയി ആരുടെയൊക്കെ കൈമറിഞ്ഞു ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെ ആ ബയോഡേറ്റ എത്തിപ്പെട്ടു. അവിടെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ശമ്പളത്തിൽ തന്നെ അതേ സെയിം ജോലി തന്നെ, സിവിൽ എഞ്ചിനീയർ എന്നുള്ള സെയിം ജോലി തന്നെ അവിടെ കിട്ടുകയും ചെയ്തു. നല്ല സാലറിയും കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാമത് വെച്ചിരുന്നത്, എനിക്ക് ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ വയറിൽ എപ്പോഴും വേദനയും വയറിങ്ങനെ പെരുകി വരുന്ന ഒരു അസുഖമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തോ അസുഖമാണ്, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന്. ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല അത്. അങ്ങനെ ഒരു ദിവസം ഞാനത് ഡോക്ടറെ ഇങ്ങനെ കാണിച്ചു. എല്ലാവരും പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹെർണിയാണെന്നുള്ളത്. അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഹെർണിയ എന്ന് പറയുന്ന രോഗം, ഓപ്പറേഷൻ എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ എൻ്റെ ദൈവമേ എൻ്റെ ഈ അസുഖം മാറ്റിത്തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ നേർച്ചയായി തന്ന ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കെ തന്നെ ഞാനിപ്പം പിന്നെ കുറേ നാൾ ഡോക്ടറിനെ കാണാൻ പോയില്ല. ഡോക്ടർ പറഞ്ഞു വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. ഈ ഓപ്പറേഷൻ പേടിച്ച് ഞാൻ പോയില്ല. കഴിഞ്ഞ 2023 ഡിസംബറിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി സ്കാൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ആ ഹെർണിയ എന്ന് പറയുന്ന രോഗം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായതുപോലെ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും പെട്ടെന്ന് ഈ അസുഖം ഇങ്ങനെ മാറി എന്നുള്ളത്. എനിക്കിപ്പോൾ ആ ഹെർണിയ എന്ന് പറയുന്ന അസുഖം ഇല്ല. എൻ്റെ അസുഖം ദൈവം എനിക്ക് മാറ്റി തന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഇളയ മകന് ജനിച്ചപ്പോഴേ ഹാർട്ടിനൊരു 6-7 ഹോളുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യണ്ട, പോകെ അത് ആ അസുഖം മാറുമെന്ന് പറഞ്ഞു. ഞാൻ നിയോഗത്തിൽ എൻ്റെ മോൻ്റെ അസുഖത്തെക്കുറിച്ചും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗം. ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ഈ മോൻ്റെ അസുഖം ഈ ഹോള് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദിവസേന പ്രാർത്ഥിച്ചു. മോന് ഉടമ്പടി തൈലം പുരട്ടി നെഞ്ചിൽ കുരിശു വരച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചിൽ കുരിശു വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും എൻ്റെ ഇളയ മകൻ്റെ ആ ഹാർട്ടിലെ ഹോള് പൂർണ്ണമായി മാറി. ഡോക്ടർ 2023 ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം പറയുന്നു ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ബാക്കി ഹാർട്ടിലെ പ്രോബ്ലംസ് ഫുള്ളും മാഞ്ഞു പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഇത്രയും നന്മ ഉണ്ടായത്. എൻ്റെ അസുഖം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലാതെ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തന്നത് എൻ്റെ മാതാവും എൻ്റെ യേശുവപ്പനും മാത്രമാണ്. നാലാമതായിട്ട് എൻ്റെ നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പപ്പയ്ക്ക് ഒരു 35 വർഷം കൊണ്ട് കാലിന് വേരിക്കോസിൻ്റെ രോഗമുണ്ടായിരുന്നു. പപ്പയ്ക്ക് പക്ഷേ തികഞ്ഞ ഒരു ഹിന്ദു സമുദായത്തിലെ ഒരു വിശ്വാസമാണ്. പപ്പയ്ക്ക് ഇതിലൊന്നും വിശ്വാസവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എനിക്കിതിൽ നല്ല വിശ്വാസമായിട്ട് ഞാൻ പണ്ട് മുതലേ പ്രാർത്ഥിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പപ്പയെ ഞാൻ ഇതിലോട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്നെ കുറ്റം പറഞ്ഞു. എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്നവരെയൊക്കെ കുറ്റം പറഞ്ഞ് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. പപ്പയുടെ ഒരു 30
35 വർഷം കൊണ്ടുള്ള വേരിക്കോസിൻ്റെ അസുഖത്തെ പറ്റി ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ പപ്പയോട് ഞാൻ പറയും, കൂടെ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ പപ്പ അടുത്ത് ഈ കാര്യത്തിൽ പറയുമ്പോൾ പപ്പ അതത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഞാൻ നിയോഗം വെച്ചു, ഞാൻ എൻ്റെ പപ്പയുടെ അസുഖത്തെ കുറ്റി പറഞ്ഞു. പപ്പ എപ്പോഴും ഒരു പുച്ഛഭാവത്തിൽ സംസാരിക്കുകയും ഇരിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും എൻ്റെ അച്ഛനെ ഇവിടെ എൻ്റെ ദൈവത്തിനെ അറിയാനുള്ളൊരവസരം എൻ്റെ പപ്പയ്ക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പപ്പയുടെ കാല് ഒരുപാട് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നും കുറഞ്ഞില്ല. 2-3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടും കുറഞ്ഞില്ല. കാല് മുറിക്കേണ്ട അവസ്ഥ വരെ വന്നു. കാല് മൊത്തം വെട്ടിപ്പൊളർന്നു, കീറിയ പോലെയായി, വ്രണം ഒഴുകുകയും ചോര ഒലിക്കുന്ന പോലെയായി. അവസാനം പപ്പ കിടന്ന് ഉറങ്ങിയപ്പം ഞാൻ പപ്പ അറിയാതെ തന്നെ ഉറക്കത്തിൽ ഞാൻ ചെന്ന് കയ്യിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലും, തേൻ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പപ്പ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പപ്പ ഉറങ്ങിക്കിടന്ന സമയത്ത്, 2023 ഉറങ്ങിക്കിടന്ന സമയത്ത് പപ്പേനെ സ്വപ്നത്തിൽ കാണിച്ചു. വെഞ്ചരിക്കുന്ന ഒരു മാതാവുണ്ട്, അവിടെ നീ പോയതിന് ശേഷമേ നിൻ്റെ ഈ അസുഖം മാറുള്ളൂ എന്ന് പറഞ്ഞു. പപ്പ രാവിലെ ഉറക്കം എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, മോളെ എനിക്കൊരിങ്ങനൊരു സ്വപ്നത്തിൽ ഒരു ദർശനം തന്നു, അത് ഏത് പള്ളിയാണെന്ന് എനിക്ക് അറിയത്തില്ല, മോക്കറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഞങ്ങൾ കൊല്ലത്തായതുകൊണ്ട് അവിടെ കൈകുട്ടീശോയുടെ പള്ളിയുണ്ട്, വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പപ്പയെ ഒരു കാര്യം ചെയ്യും, മാതാവിൻ്റെ അടുത്തും കൈകുട്ടീശോയുടെ അടുത്തും ചെന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ അച്ഛനോട് ഈ കാര്യം സംസാരിക്കണം, അച്ഛനപ്പം കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ഈ പറഞ്ഞ പള്ളി എന്ന് വെച്ചാൽ ഞാനിവിടെ ആലപ്പുഴ പോയ പള്ളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ അന്ന് തന്നെ വൈകിട്ട്, ഒരു ബുധനാഴ്ചയായിരുന്നു, വൈകിട്ട് തന്നെ ചെന്നു, രണ്ടിടത്തും പോയി പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛനോട് സ്വപ്നത്തിലെ വിവരണം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് കൃപാസനം എന്ന് പറയുന്ന പള്ളിയിലാണ് നിങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നത്, അതുകൊണ്ട് അവിടെ തന്നെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പം നിങ്ങളുടെ കാല് സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ, ഓഗസ്റ്റിൽ തന്നെ പപ്പ ഇവിടെ വന്നു ഉടമ്പടിയൊന്നും എടുത്തില്ല. ദൈവത്തിനും അമ്മയെ കണ്ടു, യേശുപ്പനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഒരു ഫോട്ടോയും വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല രീതിയിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു. ഇപ്പം തികച്ച ഒരു വിശ്വാസിയാണ് എൻ്റെ പപ്പ. പപ്പയുടെ അസുഖം, ആ കാല് മുറിച്ച് ചോര ഒലിച്ച് മുറിക്കേണ്ട അവസ്ഥയിൽ വന്ന പപ്പയുടെ എൻ്റെ കാല് പൂർണ്ണമായും സൗഖ്യപ്പെട്ട് ആ മുറിവ് മുഴുവനും കരിഞ്ഞു, പൂർണ്ണ ഒരു വിശ്വാസിയായി മാറി. ഇപ്പം എൻ്റെ പപ്പയ്ക്ക് ആ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേ എന്തും. ഈ 4 നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ മാതാവും എൻ്റെ യേശുപ്പനും മാത്രമാണ്. ഞാനിവിടെ വരാനുണ്ടായതും എല്ലാം എൻ്റെ ആ ചേച്ചി വഴിയും ഇവിടെ ഓൺലൈനിലൂടെ അച്ഛൻ്റെ ഉടമ്പടിയിൽ കാണുകയും ചെയ്തു, പ്രേയർ കണ്ടു, പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ കിട്ടി, അങ്ങനെ സംസാരിച്ചതിലൂടെയാണ്. എനിക്കിപ്പം എൻ്റെ ഒരു ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. ഞാൻ പ്രാർത്ഥിക്കാതെ നിയോഗത്തിൽ വയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം സാധിച്ചു തന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി. എൻ്റെ മാതാവിനും എൻ്റെ യേശുപ്പനും 1000 നന്ദി. ഈ ജീവിതം മുഴുവനും ഞാൻ എൻ്റെ ദൈവത്തോട് കടപ്പെട്ടവളാണ്, ഞാനും എൻ്റെ കുടുംബവും. പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും എടുത്തിട്ട് എനിക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എനിക്ക് പത്രം കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനും ഞാൻ കൊടുത്തു തീർക്കുക. എൻ്റെ ദൈവം അതിനെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒന്നും അനന്തൊന്നും വിളിച്ചപ്പോഴൊക്കെയും എന്നെ വിളി കേട്ടത് എൻ്റെ ദൈവം മാത്രമാണ്. 1000 നന്ദി. എൻ്റെ ദൈവത്തിന് 1000 നന്ദി.